കോഴിക്കോട് പന്തിരങ്കാവ് ടോൾ പാസയ്ക്ക് അടുത്ത് വെച്ച് പോലീസ് MDMA പിടികൂടി. 3.300 ഗ്രാം MDMAയും 56 ഗ്രാം MDMA പിൽസുമാണ് പോലീസ് കണ്ടെടുത്തത്. കുണ്ടോട്ടി സ്വദേശിയായ ഷെഫീഖ്, അടിവാരം സ്വദേശിയായ ഫാത്തിമ നസ്രി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. നിരവധി കേസുകൾ പ്രതിയായ ഷെഫീഖ് ഒളിവിലായിരുന്നു. MDMA കടത്തുന്നതിന് വേണ്ടി ഷീൽഡായിട്ട് പെൺകുട്ടിയെ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം എന്ന് പോലീസ് പറഞ്ഞു. കാറിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താനുള്ള ശ്രമത്തിനിടെയാണ് പിടികൂടിയത്. കാറിന്റെ ബോണറ്റ് തുറന്ന് ഉള്ളിലുള്ള ബോക്സിൽ ഭദ്രമായി അടക്കിവെച്ച നിലയിലായിരുന്നു MDMA ഉണ്ടായിരുന്നത്. രാജസ്ഥാനിൽ നിന്നുമാണ് MDMA കൊണ്ടുവന്നതെന്ന് പ്രതി മൊഴി നൽകുകയും ചെയ്തു. മലപ്പുറത്തും കോഴിക്കോടും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കമ്മീഷണർ സ്ക്വാഡ് അംഗമായ ഷിജിമോൻ, എക്സൈസ് ഇൻസ്പെക്ടർ ഷിജിമോന് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷണർ സ്ക്വാഡ് പാർട്ടിയും കോഴിക്കോട് സ്ക്വാഡ് ഇൻസ്പെക്ടറും പാർട്ടിയും കോഴിക്കോട് IB പാർട്ടിയും കോഴിക്കോട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ പ്രത്യേക സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് സംയുക്തമായിട്ട് പിടിച്ചൊരു കേസാണ്. ഇതിൽ 3.300 ഗ്രാമോളം MDMA ക്രിസ്റ്റൽ രൂപത്തിലുള്ളതും എക്ടസി പില്ല്, അതായത് MDMA പിൽസ് 56 ഗ്രാമും പിടികൂടിയിട്ടുണ്ട്. 2 പ്രതികളാണ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഒരു കാറും അവർ സഞ്ചരിച്ചിരുന്ന കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊണ്ടോട്ടി സ്വദേശി ഷെഫീഖ്, അതുപോലെ താമരശ്ശേരി അടിവാരം സ്വദേശി ഫാത്തിമ നസ്രിയ എന്ന 2 ആളുകളെയാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരെവിടുന്നത് കൊണ്ടുവന്നത്? രാജസ്ഥാനിൽ നിന്നാണ് അവർ കടത്തി കൊണ്ടുവരുന്നതായിട്ട് അവർ തന്നുള്ള മൊഴി. ഇതിൻ്റെ മുമ്പും കേസുകളിൽ പ്രതിയാണ് ഷെഫീഖ്. 2 കേസുകളിൽ നിലവിൽ പ്രതിയാണ്. അതിൽ കഞ്ചാവിൻ്റെ കേസുണ്ട്, മറ്റേ MDMAയുടെ കേസുമുണ്ട്. ഈ പെൺകുട്ടിയും ഇതും തമ്മിലിങ്ങനെ ബന്ധം? ഇവർ കടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കുട്ടിയെ മംഗലാപുരത്ത് വരുത്തി എന്നാണ് ഈ കുട്ടി പറയുന്നത് മൊഴി. ഈ കുട്ടിയെ മുൻപിൽ പിന്നെ പാസഞ്ചർ പോലെ വെച്ചിട്ട് കുട്ടിയുടെ കൺവീനിയൻസോട് അറിവോടുകൂടി തന്നെയാണ് കുട്ടി സമ്മതിച്ചത്. അവർ പറഞ്ഞിട്ടുള്ളത്. അവർ അത് നമ്മൾ അന്വേഷിച്ചിട്ടില്ല. അതെ, അവർ സുഹൃത്തുക്കളാണെന്നാണ് അവർ പറയുന്നത്. ഈ ഷെഫീഖ് കാരിയറാണോ വിതരണക്കാരൻ തന്നെയാണോ? ഇത് സ്ഥിരമായിട്ട് മനസ്സിലാക്കുന്നത്. തുടർന്നുള്ള അന്വേഷണങ്ങൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ സീസ് ചെയ്തത് 3 കിലോ 312 ഗ്രാം വരുന്ന MDMA ക്രിസ്റ്റലുകളും 56 ഗ്രാം വരുന്ന എക്സ്റ്റസി പില്ലുകളും. അപ്പോൾ അതാണ് നിലവിൽ. ഇത് ഹ്യൂജ് കോടിൻ്റെ ആണ്. ഇത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇവർ നിലവിൽ മലപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. ഇത് 3-3.5 കോടിയോളം വില വരുന്ന MDMA തന്നെ പാർട്ടി ഡ്രഗായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഈ പാർട്ടിയിലൊക്കെ റേവ് പാർട്ടികളിൽ അവർ പിൽസാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഡ്രിങ്കിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഐറ്റമാണ് എക്സ്റ്റസി. എക്സ്റ്റസി ഇംഗ്ലീഷിൽ അതിയായ സന്തോഷം എന്നുണ്ടാവും. ശരിക്കും അതിൽ വലിയൊരു അപകടമാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അതിലേക്ക് നമ്മുടെ കേരളത്തിലെ ചെറിയ ഗ്രാമങ്ങളിൽ, മുമ്പ് ബാംഗ്ലൂർ പോലുള്ള ടൗണുകളിൽ അവിടുത്തെ റേവ് പാർട്ടികൾ ഉപയോഗിച്ചിരുന്ന മയക്കുമരുന്നുകളാണ് ഇപ്പോൾ നമ്മുടെ ചെറിയ ഗ്രാമങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഈ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആകുന്ന രീതിയിലേക്ക് മയക്കുമരുന്ന് മാഫിയ മാറിയിട്ടുണ്ട്. ഗഞ്ചാവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മെത്താംഫിറ്റമിൻ്റെയും MDMAയുടെയും ഇതുപോലുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളുടെയും ഒരു റീപ്ലേസ്മെൻറ്റ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് ആഫ്റ്റർ കോവിഡ് കാലഘട്ടത്തിൽ നടന്നു വരുന്നുണ്ട്. സാർ, ഈ പെൺകുട്ടിയെ ഒരു ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നില്ല, പോലീസ് പിടിക്കാതിരിക്കാൻ, അങ്ങനെയല്ലേ? അതാണ് നമ്മൾ പ്രാഥമികമായിട്ട് നമുക്ക് കിട്ടിയ വിവരം അങ്ങനെയാണ്. പെൺകുട്ടിയെ ഉപയോഗിച്ച് കാറിൻ്റെ ഫ്രണ്ടിലിരുത്തി വരുമ്പോൾ പൊതുവെ പരിശോധനകൾ കാര്യമായിട്ട് ഉണ്ടാവില്ല എന്നുള്ളൊരു തെറ്റായ ധാരണ കൊണ്ട് നിർമ്മിച്ച് കൊണ്ടുവന്നാണെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണത്തിലാണ് പറയാൻ കഴിയുള്ളൂ. നമ്മൾ ഫസ്റ്റ് നമുക്കൊരു വിവരം കിട്ടി, അത് കൃത്യമായിട്ട് നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് അന്വേഷണത്തിലാണ്. ഇനി ബാക്കി സോഴ്സ് എന്താണ്, ആരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ തുടർന്നുള്ള അന്വേഷണങ്ങളിലാണ് അറിയാൻ കഴിയുള്ളൂ. ഷെഫീഖിന് കാളികാവ് റേഞ്ചിലൊരു മയക്കുമരുന്ന് കേസുണ്ട്. ഒളിവിലാണ്. ആ നിലവിൽ അതിൽ അറസ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു വ്യക്തിയാണ്, ഒളിവിലാണ്.